+2 അക്കൗണ്ടൻസി ഫോക്കസ് ഏരിയ പരിശീലനത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളാണ് മനസ്സിലാക്കിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന 2 മെത്തേഡുകളെക്കുറിച്ചും അതിൻ്റെ വ്യത്യാസം, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ ആ 2 രീതിയിലും അക്കൗണ്ടുകൾ തയ്യാറാക്കുന്ന വിധം നമ്മൾ പ്രാക്ടിക്കലായി മനസ്സിലാക്കി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണ്, അതെങ്ങനെ തയ്യാറാക്കാം, അതുപോലെ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും നെറ്റ് ലോസ് ആണെങ്കിലും ആ നെറ്റ് പ്രോഫിറ്റിനെ അല്ലെങ്കിൽ നെറ്റ് ലോസിനെ നമ്മൾ ചെയ്തത് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്തു. എന്താണ് അതിൻ്റെ ലോജിക്? സ്ഥാപനം ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആ സ്ഥാപനത്തിൻ്റെ ഓണർക്കുള്ളതാണ്, അഥവാ ക്യാപിറ്റലിലേക്ക് നൽകുന്നു, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോട് കൂടി നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തത്, അല്ലെങ്കിൽ നെറ്റ് ലോസ് ലെസ് ചെയ്തത്. ഇവിടെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് മറ്റേത് ബിസിനസ്സിനെയും പോലെ തന്നെ എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുകളെയും റെക്കോർഡ് ചെയ്ത് അതിനെയൊക്കെ ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് അവസാനം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി കണ്ടെത്തുന്ന നെറ്റ് പ്രോഫിറ്റ് നമ്മളൊരു സോൾ ട്രേഡിംഗ് ഓർഗനൈസേഷനെ പോലെ നേരിട്ടൊരു ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നൽകാൻ സാധ്യമല്ല. കാരണം ഇവിടെ പാർട്ട്ണർഷിപ്പാണ്, ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടി സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്ത് നൽകേണ്ടതുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നൽകാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് prepared as an extension of the profit and loss account of the firm. സ്ഥാപനം തയ്യാറാക്കിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുടർച്ചയായിട്ട് തയ്യാറാക്കപ്പെടുന്ന ഒരു നോമിനൽ അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇറ്റ് ഷോസ് ഹൗ ദ നെറ്റ് പ്രോഫിറ്റ് ആർ അപ്രോപ്രിയേറ്റഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ ഏത് രീതിയിലാണ് വീതം വെക്കുന്നത് എന്ന് കാണിക്കുന്ന, അതിനെ അക്കൗണ്ട് ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് വീതം വെക്കുന്ന അക്കൗണ്ട്. പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ലോസിനെ ഡിവൈഡ് ചെയ്യുന്ന, അതിൻ്റെ വ്യത്യസ്ത അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാണിക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. All adjustments in respect of partner's salary, partner's commission, interest on capital, interest on drawings, etc. are made through this account. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സുമായി നമ്മുടെ ഫേമിനുള്ള ബിസിനസ്സിനുമായുള്ള ഇടപാടുകളെ അതുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇങ്ങനെയുള്ള എല്ലാ ഇടപാടുകളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വഴിയാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദിസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ തുടക്കം, അത് ആരംഭിക്കുന്നത് നമ്മുടെ ഫേം തയ്യാറാക്കിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കണ്ടെത്തിയ നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ നെറ്റ് ലോസോ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അടുത്തതായി നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് പരിചയപ്പെടുകയാണ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്, എന്തൊക്കെ ഐറ്റംസ് ഇതിൽ ഉൾക്കൊള്ളുന്നു, അതോടൊപ്പം തന്നെ ഓരോ ഐറ്റത്തിൻ്റെയും ജേണൽ എൻട്രി എന്താണെന്ന് കൂടി നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കുന്നുണ്ട്. ആദ്യമായിട്ട് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. അതിൻ്റെ ക്രെഡിറ്റ് സൈഡ്
പ്രോഫിറ്റ് സൈഡാണ് അല്ലെങ്കിൽ ഇൻകം സൈഡാണ്, ഡെബിറ്റ് സൈഡ് ലോസ് സൈഡാണ് അല്ലെങ്കിൽ എക്സ്പെൻസ് സൈഡാണ്. നമുക്കറിയാം നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ഓഫ് എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ്, പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അക്കൗണ്ടാണ് ഒരു നോമിനൽ അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ്. എവിടെ നിന്നാണ് ഈ നെറ്റ് പ്രോഫിറ്റ് വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടെത്തിയ നെറ്റ് പ്രോഫിറ്റ്. ഈ ഒരു എൻട്രിയുടെ ജേണൽ എൻട്രി നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു അഥവാ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുന്നത് നെറ്റ് ലോസ് ആണെങ്കിൽ ഈ ബാലൻസ് എവിടെയായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ അതിൻ്റെ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. ദെൻ നമ്മൾ ഈ പ്രോഫിറ്റിൽ നിന്നുള്ള, സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്നുള്ള എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും പാർട്ട്നേഴ്സിന് ഇതിൽ നിന്ന് വിഹിതമായി കൊടുക്കുന്ന പല എമൗണ്ടുകളും ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. നോക്കുക എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്. ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിന് ആ ഫേമിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് നൽകുന്ന ഇൻട്രസ്റ്റ് ആണ്. ഇത് നൽകേണ്ടത് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റിൽ നിന്നാണ്. ഓക്കെ, അതിൻ്റെ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ അടുത്തതായി പാർട്ട്നേഴ്സിന് നൽകുന്ന ഒരു ഐറ്റമാണ് പാർട്ട്നേഴ്സ് സാലറി. സ്ഥാപനത്തിൽ ആക്റ്റീവായി വർക്ക് ചെയ്യുന്ന, എല്ലാ ദിവസവും സ്ഥാപനത്തിൽ വന്ന് ജോലി ചെയ്യുന്ന പാർട്ട്നേഴ്സിന് സ്ഥാപനം സാലറി കൊടുത്തേക്കാം. ഈ പാർട്ട്നേഴ്സ് സാലറിയും നമ്മൾ കൊടുക്കുന്നത് പ്രോഫിറ്റിൽ നിന്നാണ്. അതുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട്. തന്നെ ഏതെങ്കിലും പാർട്ട്ണർക്ക് കമ്മീഷൻ ഉണ്ടെങ്കിൽ ടു പാർട്ട്നേഴ്സ് കമ്മീഷൻ എമൗണ്ട് രേഖപ്പെടുത്തുന്നു. അതിൻ്റെ ജേണൽ എൻട്രി മനസ്സിലാക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് കമ്മീഷൻ. ദെൻ ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് പാർട്ട്നേഴ്സിന് നൽകുന്ന ഐറ്റംസ് ആണ് ഡെബിറ്റ് ചെയ്തത്. ഒരു ഐറ്റം നമുക്ക് ക്രെഡിറ്റ് ചെയ്യാനുണ്ട്. അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഏതെങ്കിലും പാർട്ട്ണർ സ്ഥാപനത്തിൽ നിന്ന് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അഥവാ വിഡ്രോവൽ ഓഫ് മണി ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഫ്രം ദ ബിസിനസ്, അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയാം. സ്ഥാപനത്തിൻ്റെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യാനുള്ള പെർമിഷനും ഉണ്ടെങ്കിൽ ആ ഫേമിന് എന്ത് ചെയ്യാം? പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് ഈടാക്കാം അവരുടെ ഡ്രോയിങ്സിന്. ഇത് നമ്മുടെ സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റിനേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു ഐറ്റമാണ്. പ്രോഫിറ്റിനോട് കൂടി കൂട്ടേണ്ടതാണ്. അങ്ങനെ കൂട്ടുന്ന ഐറ്റം നമ്മുടെ ഫേമിനൊരു ഇൻകമാണ്. അതിന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് അഥവാ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. ഏതാണ് ആ ഇൻകം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇത്രയും എൻട്രീസ് ആണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നൽകാനുള്ളത്. എന്തൊക്കെയാണ്? പ്രോഫിറ്റിൽ നിന്ന് നൽകുന്ന, പാർട്ട്നേഴ്സിന് നൽകുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇത്രയും ഐറ്റംസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. പാർട്ട്നേഴ്സിൽ നിന്നും നമ്മൾ ഈടാക്കുന്ന, നമ്മുടെ ഫേം ഈടാക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ഇത്രയും എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്ന് ഇത്രയും ഡിസ്ട്രിബ്യൂഷൻ നടത്തിയതിന് ശേഷം ബാലൻസ് ഉള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് ബാലൻസ് ആയി കിട്ടുന്നു. നമ്മൾ അതിനെ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയും. ഇനിയും വീതം വെക്കാനുള്ള പ്രോഫിറ്റാണ്. അതെന്താ ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. അപ്പോൾ അതെങ്ങോട്ടാണ് മാറ്റേണ്ടത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. അതിൻ്റെ ജേണൽ എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഇത് ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ എന്തായിരിക്കും? ഇത് അപ്രോപ്രിയേഷന് ശേഷം ലോസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ക്രെഡിറ്റ് സൈഡിനാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഇത് ലോസാണ്, ഇത് ഡെബിറ്റ് ചെയ്യാണ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് അതിൻ്റെ ജേണൽ എൻട്രി. ഓക്കെ, നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. അമിത്, ബാബു ആൻഡ് ചാരു സെറ്റപ്പ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഓൺ April 1, 2015.
3 പാർട്ട്നേഴ്സ് ഉണ്ട്. ഇവർ April 1, 2015 ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്തു. ദേ കോൺട്രിബ്യൂട്ടഡ് ₹50,000, 40,000 and 30,000 റെസ്പെക്റ്റീവ്ലി ആസ് ദെയർ ക്യാപിറ്റൽസ് ആൻഡ് agreed to share profits and losses in the ratio of 3:2:1. ഇവരുടെ ക്യാപിറ്റൽ, അവർ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന ക്യാപിറ്റൽ 50,000, 40,000, 30,000. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1. അമിത് ഹാസ് ടു ബി പെയ്ഡ് എ സാലറി ഓഫ് ₹1,000 പെർ മന്ത്. അമിത്തിന് എല്ലാ മാസവും 1,000 രൂപ സാലറി ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഈ പെർ മന്തിന് പെർ ഇയർ ആക്കി മാറ്റണം, അഥവാ 1000 × 12 ആണ്. ആൻഡ് ബാബു എ കമ്മീഷൻ ഓഫ് ₹5,000. ബാബുവിന് 5,000 രൂപ കമ്മീഷൻ ഉണ്ട്. It is also provided that interest to be allowed on capital at 6% per annum. എല്ലാ പാർട്ട്നേഴ്സിനും 6% അവരുടെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് നൽകണം എന്നും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നുണ്ട്. The drawings for the year were Amit ₹6,000, Babu ₹4,000 and Charu ₹2,000. 3 പാർട്ട്നേഴ്സിൻ്റെയും ആ വർഷത്തെ ഡ്രോയിങ്സ് ആണ് 6,000, 4,000, 2,000. Interest on drawings ₹270 was charged on Amit's drawings, ₹180 on Babu's drawing and ₹90 on Charu's drawings. 3 പേരിൽ നിന്നും ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് എമൗണ്ട് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 270, 180, 90. The net profit as per profit and loss account for the year ending 31st March 2015 was ₹35,660. 35,660 രൂപയാണ് ആ വർഷത്തെ അവരുടെ നെറ്റ് പ്രോഫിറ്റ്. പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു ഷോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് ദ പാർട്ട്നേഴ്സ്. നമ്മളോട് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെയ്യാം. നമ്മൾ ആ ക്വസ്റ്റ്യൻ വീണ്ടും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് net profit. The net profit as per profit and loss account for the year ending March 31st, 2015 was 35,660. അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് എമൗണ്ട്? പ്രോഫിറ്റ് 35,660. ജേണൽ എൻട്രി നമുക്കറിയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അഥവാ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതേണ്ടത്. ദെൻ നമ്മൾ ഇതിൽ നിന്നുള്ള എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും കാണിക്കാം. ആദ്യത്തെ ഐറ്റം ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എല്ലാ പാർട്ട്നേഴ്സിനും കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരുടെ ക്യാപിറ്റൽ ബാലൻസിൻ്റെ മുകളിലാണ്. നമുക്കറിയാം ഇവരുടെ ക്യാപിറ്റൽ ബാലൻസ് എത്രയൊക്കെയാണ്. അമിത്തിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് 50,000 രൂപയാണ്. ബാബുവിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് 40,000 രൂപയാണ്. ചാരുവിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് 30,000 രൂപയാണ്. ഇവർക്ക് ഇതിന് 6% ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ആ ഇൻട്രസ്റ്റ് നമ്മൾ ആദ്യം ഡെബിറ്റ് ചെയ്യുന്നു. അമിത്, ബാബു, ചാരു. അമിത്തിന് 3,000 രൂപ. എങ്ങനെ 3,000 രൂപ? 50,000 × 6/100 ആണ്. 50,000 × 6/100 എന്ന് പറഞ്ഞാൽ 3,000 രൂപ. ദെൻ ബാബുവിൻ്റെ കേസിൽ 40,000 × 6/100. ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 6% per annum. എത്ര ഉണ്ടാവും? 2,400 രൂപ. ദെൻ ചാരുവിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 30,000 × 6/100 = 1,800 രൂപ. ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈ നമ്മളുടെ പ്രോഫിറ്റിൽ നിന്നും കൊടുക്കുന്നത് 7,200 രൂപയാണ് ഓരോ പാർട്ട്നേഴ്സിനും ടോട്ടൽ. ദെൻ നമ്മളടുത്ത എന്താ? അമിത്തിന് സാലറി ഉണ്ട്. അമിത്തിൻ്റെ സാലറി 12,000 രൂപ, അഥവാ 1,000 പെർ മന്താണ്. ഒരു മാസം 1,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു വർഷം 12,000 രൂപ. ഓക്കെ. ദെൻ ഒരു പാർട്ട്ണർക്ക് കമ്മീഷൻ ഉണ്ട്, ബാബു, എ കമ്മീഷൻ ഓഫ് ₹5,000. ദെൻ ഇനി നമ്മളൊരു കാര്യം ചെയ്യാനുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ്? അമിത്തിന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 270. ദെൻ ബാബു 180, ചാരു 90. ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 540. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യണം. അഥവാ സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും കമ്മീഷനും കൊടുത്തതിന് ശേഷം, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈടാക്കിയതിന് ശേഷം ഇനി വല്ലതും ബാലൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇതിനെ ബാലൻസ് ചെയ്യുന്നു. നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് ഈ കേസിൽ കൂടുതൽ. ഇവിടെ 35,660 + 540, 36,200 രൂപ. ആ 36,200 രൂപയിൽ നിന്ന് ഡെബിറ്റിൻ്റെ ടോട്ടൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 12,000 രൂപയാണ് കിട്ടുന്നത്. ഈ 12,000 എന്താണ്?
ഡിവിസിബിൾ പ്രോഫിറ്റാണ്. ഇനി പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാനുള്ള എമൗണ്ടാണ്. ഇത് ഏത് റേഷ്യോയിലാണ് ചെയ്യേണ്ടത്? 3:2:1 അല്ലേ? 12,000 ഇൻറ്റു 3/6, 12,000 ഇൻറ്റു 2/6, 12,000 ഇൻറ്റു 1/6. ആ എമൗണ്ട് ആർക്കുള്ളതാണ്? പാർട്ട്നേഴ്സിനുള്ളതാണ്. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. അമിത് 6,000, 12,000 ഇൻറ്റു 3/6. ദെൻ ബാബു 4,000, ചാരു 2,000. ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ഒരു പോർഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ അടുത്തതായി പറയുന്ന കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ നൽകാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ആഫ്റ്റർ കൺസിഡറിംഗ് എനി അഡീഷൻ ഓർ വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദ അക്കൗണ്ടിംഗ് പീരിയഡ്. നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേം ഏതെങ്കിലും പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ പാർട്ട്ണറുടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അതിൻ്റെ മുകളിലാണ്. അതുകൂടാതെ പരിഗണിക്കേണ്ട മറ്റു കാര്യങ്ങളാണ് ആ സാമ്പത്തിക വർഷത്തിൽ ഇവരെ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റലിൽ നിന്ന് വല്ല എമൗണ്ടും ആ വർഷം വിഡ്രോ ചെയ്തിട്ടുണ്ടോ. ഈ രണ്ട് കാര്യങ്ങൾ കൂടി പരിഗണിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആൻഡ് ആൻ ഇൻകം ടു ദ പാർട്ട്ണർ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതേസമയം പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്? ഇതൊരു ഇൻകമാണ്. അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്ന ഒരു ഇൻകമാണ്, ഒരു നേട്ടമാണ്. Then interest on capital is provided if partnership deed specifically mentions the same. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സ് തമ്മിൽ തയ്യാറാക്കിയ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ റേറ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. Then interest on capital is calculated after considering three important factors. ഒന്ന് rate of interest, രണ്ട് amount, മൂന്ന് period. Rate of interestും ക്യാപിറ്റൽ എമൗണ്ടും എത്ര കാലം ആ ക്യാപിറ്റൽ നമ്മുടെ ഫേമിൽ ഉണ്ട് എന്ന ആ കാലാവധിയും കൂടി പരിഗണിച്ചിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് പേയബിൾ ഇഫ് ദ ഫേം ഈസ് ഇൻ ലോസ്. ഏതെങ്കിലും വർഷം സ്ഥാപനം ലോസിലാണെന്ന് സങ്കല്പിക്കുക. ആ വർഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യമില്ല. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യമില്ല. ദെൻ നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് നമ്മൾ ഓരോ എക്സാമ്പിളായി എടുത്തിട്ട് പരിശോധിക്കുകയാണ്. ആദ്യം, വെൻ ദെയർ ഈസ് നോ അഡീഷൻ ഓർ വിഡ്രോവൽ ഫ്രം ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദ ഇയർ. ഓപ്പണിങ്ങിൽ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട്. ആ സാമ്പത്തിക വർഷത്തിൽ അധികമായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്നുള്ള വിഡ്രോവൽസ് എന്തെങ്കിലും ഇല്ലാത്ത ഒരു കണ്ടീഷനാണെങ്കിലോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ ഒരു കേസ് നമുക്ക് വളരെ ഈസിയായി കാൽക്കുലേഷൻ നടത്താം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. മോഹിനി, രശ്മി ആൻഡ് നവീൻ entered into partnership bringing rupees 3 lakh, 2 lakh and rupees 1 lakh respectively into the business. They decided to share profits and losses equally and agreed that interest on capital will be provided to the partners at the rate 10% per annum. There was no addition or withdrawal of capital by any partner during the year. Calculated interest on capital. 3 പാർട്ട്നേഴ്സാണ്. അവരുടെ ക്യാപിറ്റൽ ബാലൻസ് 3 lakh, 2 lakh and 1 lakh. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലാണ്. അവർ പ്രത്യേകമായിട്ട് പാർട്ട്ണർഷിപ്പ് ഡീലിൽ പറഞ്ഞ ഒരു കാര്യം, അവർ അംഗീകരിച്ച ഒരു കാര്യമാണ്, എല്ലാ പാർട്ട്നേഴ്സിനും എല്ലാ വർഷവും 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യണം. ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു പാർട്ട്ണറും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടില്ല, എന്തെങ്കിലും ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുകയും ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. മോഹിനിയാണ് ആദ്യത്തെ പാർട്ട്ണർ. മോഹിനിയുടെ ക്യാപിറ്റൽ 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷത്തിൻ്റെ 10% അഥവാ 30,000 രൂപയാണ് ആ സാമ്പത്തിക വർഷത്തിൽ മോഹിനിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ദെൻ രശ്മിയുടെ കേസിൽ രശ്മി 2 ലക്ഷം രൂപയാണ്.
2 ലക്ഷം ഇൻറ്റു 10/100 ഈക്വൽ ടു 20,000 രൂപയാണ് രശ്മിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫേമിൽ നിന്ന് കിട്ടാനുള്ളത്. ദെൻ നവീൻ്റെ കേസിൽ നവീൻ്റെ ക്യാപിറ്റൽ ബാലൻസ് 1 lakh ആണ്. 1 lakh ഇൻറ്റു 10/100 ഈക്വൽ ടു 10,000 ആണ് നവീന് ഫേം ഈ വർഷം പ്രൊവൈഡ് ചെയ്യേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ വിഡ്രോവലോ അഡീഷനോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ മറ്റൊരു കേസ് നോക്കുക. വെൻ ദർ ഈസ് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് ഇയർ. ഏതെങ്കിലും പാർട്ട്ണർ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം? ഒരു എക്സാമ്പിൾ നോക്കുക. മൻസൂർ ആൻഡ് രേഷ്മ who are partners in a firm and their capital account showed the balance of rupees 2 lakh and rupees 1,50,000 respectively on 1st April 2016. ഏപ്രിൽ 1, 2016 അവരുടെ ക്യാപിറ്റൽ ബാലൻസ് ആണ് 2 ലക്ഷവും 1 ലക്ഷവും. മൻസൂർ ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് rupees 1 lakh on August 1, 2016. ഓഗസ്റ്റ് 1, 2016 മൻസൂർ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. Then Reshma brought in further capital of rupees 1,50,000 on October 1, 2016. രേഷ്മ 1,50,000 രൂപ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. എന്നാ കൊണ്ടുവന്നത്? ഒക്ടോബർ 1. ഇൻട്രസ്റ്റ് ഈസ് ടു ബി അലൗഡ് അറ്റ് 6% per annum on the capitals. Calculate interest on capital for Mansoor and Reshma. Rate of interest on capital 6% ആണ്. ഈ 2 പാർട്ട്നേഴ്സിനും ഫേം ഈ വർഷം പ്രൊവൈഡ് ചെയ്യേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മൻസൂറിൻ്റെ കേസിൽ മൻസൂറിന് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്? 2 ലക്ഷം രൂപയാണ് ഏപ്രിൽ 1, 2016. ആ 2 ലക്ഷം മാർച്ച് 31 വരെ അഥവാ ഫുൾ ഇയറിന് 6% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയുണ്ട്? 12,000 രൂപയാണ്. 2 ലക്ഷം ഇൻറ്റു 6/12 12,000 രൂപ. Then additional capital എന്നാ കൊണ്ടുവന്നത്? മൻസൂർ ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് rupees 1 lakh on August 1, 2016. ഓഗസ്റ്റ് 1, 2016 മൻസൂർ 1 ലക്ഷം രൂപ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത്. അപ്പോൾ എത്ര മാസമുണ്ട്? മാർച്ച് 31 വരെ അഥവാ ഫിനാൻഷ്യൽ ഇയർ എൻഡ് വരെ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 8 മാസമുണ്ട്. 8 മാസത്തേക്ക് ഈ 1 ലക്ഷത്തിനുള്ള ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്യണം. ആഡ് for rupees 1 lakh at the rate 6% for 8 months. 1 lakh into 6/100 into 8/12 equal to 4,000. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡഡ് ടു മൻസൂർ ഈക്വൽ ടു 16,000. 12,000 പ്ലസ് 4,000. അടുത്ത പാർട്ട്ണറാണ് രേഷ്മ. രേഷ്മയുടെ കേസിൽ രേഷ്മയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയുണ്ട്? 1,50,000 രൂപയാണ്. 6% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 9,000 രൂപ. 1,50,000 ഇൻറ്റു 6/100 ഈക്വൽ ടു 9,000. ദെൻ രേഷ്മ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എത്ര രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? 1,50,000 രൂപ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. എന്നാണ് കൊണ്ടുവന്നത്? ഒക്ടോബർ 1, 2016. അപ്പോൾ 1,50,000 രൂപക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂടി ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യാം? ഫോർ 1,50,000 അറ്റ് ദ റേറ്റ് 6% ഫോർ 6 months. 6 months എങ്ങനെ? ഒക്ടോബറിലാണ് കൊണ്ടുവന്നത്. ഒക്ടോബർ 1. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 6 മാസം. 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് 4,500 രൂപ. ഇത് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേയബിൾ ബൈ ദ ഫേം ടു രേഷ്മ 13,500. ദെൻ മറ്റൊരു കേസ് നോക്കുക. വെൻ ദർ ഈസ് വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഡ്യൂറിങ് ദ ഇയർ. പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റലിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്ത വർഷങ്ങളിൽ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുക. സലോമി ആൻഡ് സൃഷ്ടി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ദർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആസ് ഓൺ 1st April 2016 ഷോഡ് എ ബാലൻസ് ഓഫ് rupees 2 lakh and 3 lakh respectively. On July 1, 2016, Salome introduced additional capital of rupees 50,000 and Srishti rupees 60,000. On October 1, Salome withdrew rupees 30,000 and on January 1, 2016, Srishti withdrew rupees 15,000 from their capital. Interest is allowed at
8% per annum, calculate interest payable on capital to both the partner during the financial year 2016-2017. രണ്ട് പാർട്ട്നേഴ്സാണ്, സലോമി ആൻഡ് സൃഷ്ടി. ഇവരുടെ ക്യാപിറ്റൽ ബാലൻസ് ഓപ്പണിങ്ങിലുള്ളത് 2 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയുമാണ്. ജൂലൈ 1, 2016 സലോമി 50,000 രൂപ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. സൃഷ്ടി 60,000 രൂപയും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അതുകൂടാതെ ഒക്ടോബർ 1 ആയപ്പോൾ സലോമി 30,000 രൂപ അവരുടെ ക്യാപിറ്റലിൽ നിന്നും വിഡ്രോ ചെയ്തു. ജനുവരി 1, 2017 സൃഷ്ടി 15,000 രൂപയും വിഡ്രോ ചെയ്തു അവരുടെ ക്യാപിറ്റലിൽ നിന്ന്. നമ്മളോട് പറഞ്ഞുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആദ്യം ഓപ്പണിംഗ് ബാലൻസിന് ഫുൾ ഇയറിനുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സലോമിയുടെ കേസിൽ ₹2 lakh 2 ലക്ഷം രൂപക്ക് 8% ഫുൾ ഇയറിന് എത്ര ഉണ്ടാവും? 2 ലക്ഷം × 8/100 16,000 രൂപ. ദെൻ ആഡ് ഫോർ 50,000 at the rate 8% for 9 months. 50,000 അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നല്ലോ. ഈ 50,000-ന് 8% 9 മാസത്തേക്ക്. എന്നാ കൊണ്ടുവന്നത്? ജൂലൈ 1-നാണ്. അപ്പോൾ ജൂലൈ മുതൽ അടുത്ത മാർച്ച് 31 വരെ 9 മാസമുണ്ട്. അപ്പോൾ ഇൻറ്റു 9/12 = 3,000 രൂപ. ദെൻ അതുകൂടാതെ സലോമി എന്ത് ചെയ്തിട്ടുണ്ട്? സലോമി വിഡ്രോ ₹30,000 എന്നാണ് ഒക്ടോബർ 1-ന്. ഒക്ടോബർ 1-ന് സലോമി 30,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെ ഈ 30,000 രൂപക്കുള്ള ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ? ലെസ് ഇൻട്രസ്റ്റ് ഓൺ ₹30,000 at the rate 8% for 6 months. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസത്തേക്ക്. അപ്പോൾ കിട്ടുന്നത് 1,200 രൂപ മൈനസ് ചെയ്യുക. ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേയബിൾ ടു സലോമി ഈസ് 17,800 രൂപ. ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാവുന്നതാണ്. അഥവാ 2 ലക്ഷത്തിന് 6 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കാണുക. പിന്നെ ഈ വിഡ്രോവലായിട്ടുള്ള 30,000 മൈനസ് ചെയ്ത് ബാക്കി 1,70,000-ന് 6 മാസത്തേക്ക് കാണുക. അതിനുശേഷം 50,000-ന് 9 മാസത്തേക്ക് കാണുക. അതിനെ ടോട്ടൽ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവുകയില്ല. നിങ്ങൾ ഈ ക്ലാസ്സുകൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ബുക്കിൽ നിന്നുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത സൃഷ്ടിയുടെ കേസിൽ സൃഷ്ടിയുടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ 3 ലക്ഷം രൂപയാണ്. 8% 24,000 രൂപ. ദെൻ ആഡ് 60,000 അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് 60,000 രൂപ അല്ലേ? അതിന് 8% 9 മാസത്തേക്ക് 3,600 രൂപ. ദെൻ സൃഷ്ടി വിഡ്രോ ചെയ്ത എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. എത്ര രൂപ വിഡ്രോ ചെയ്തത്? 15,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. എന്നാണ് വിഡ്രോ ചെയ്തത്? ജനുവരി 1-നാണ്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തേക്ക് ഈ 15,000-ൻ്റെ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. ഓക്കെ, ലെസ് ഇൻട്രസ്റ്റ് ഓൺ 15,000 at the rate 8% for 3 months = 300. അപ്പോൾ നമുക്ക് നെറ്റ് കിട്ടുന്നത് 27,300 രൂപ. അപ്പോൾ സലോമിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 17,800 രൂപ, സൃഷ്ടിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 27,300 രൂപ. ഓക്കെ, ദെൻ ഒരു കേസും കൂടി നോക്കണം. ഇഫ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഗിവൺ. ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിലാണ്. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് അറിയാത്തൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. John and Joseph are partners sharing profits and losses in the ratio of 3:1. Their capital at the end of the financial year 2015-2016 were ₹150,000 and ₹75,000. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ക്യാപിറ്റൽ ബാലൻസ് ഓപ്പണിങ്ങിലേ അല്ല, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലാണ്. അഥവാ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ. ഓക്കെ, ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ John's drawings were ₹20,000
and the drawings of Joseph were rupees 50,000, which had been duly debited to partners' capital accounts. Profit before charging interest on capital for the year was rupees 16,000. The same had also been debited in the profit sharing ratio. Joseph had brought additional capital of rupees 16,000 on October 15, 2015 and calculate interest on capital at the rate 12% per annum for the year 2015-16. ജോണിൻ്റെയും ജോസഫിൻ്റെയും ക്യാപിറ്റൽ ബാലൻസ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തിൽ 1,50,000-ഉം 75,000-ഉമാണ്. ജോണിൻ്റെ ആ വർഷത്തെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ 20,000-ഉം ജോസഫിൻ്റെ 5,000 രൂപയാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 16,000 രൂപയാണ്. ദെൻ ജോസഫ് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് ഈ വർഷം, അത് 16,000 രൂപ. അത് ഒക്ടോബർ 1-നാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസിലാണ്. ഇവിടെ ഈ കേസിൽ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതിനെന്താ മാർഗം? ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ആ ക്ലോസിംഗ് ക്യാപിറ്റലിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ഐറ്റംസൊക്കെ അതിന് മൈനസ് ചെയ്യാം. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആ വർഷത്തെ പ്രോഫിറ്റ് ആഡ് ചെയ്തതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. അതുപോലെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തതും കൂടിയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ, അല്ലേ? അപ്പോൾ ആഡ് ചെയ്യപ്പെട്ട ഐറ്റംസ് എല്ലാം മൈനസ് ചെയ്യുക, മൈനസ് ചെയ്യപ്പെട്ട ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുക. നമുക്ക് ആദ്യം രണ്ട് പേരുടെയും ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ എടുക്കുന്നു, അഥവാ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് 1,50,000 ആൻഡ് 75,000. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ആഡ് ഡ്രോയിങ്സ് ഫോർ ദ ഇയർ. നമ്മൾ തിരിച്ചു പോവാണ്, അല്ലേ? ഓപ്പണിങ്ങിൽ നിന്ന് നമ്മൾ ക്ലോസിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഡ്രോയിങ്സ് മൈനസ് ആണ്. ഇവിടെ ക്ലോസിങ്ങിൽ നിന്ന് ഓപ്പണിങ്ങിലേക്കുള്ള യാത്രയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട സാധനങ്ങളൊക്കെ മൈനസ് ചെയ്യുന്നു, മൈനസ് ചെയ്ത സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ആഡ് ഡ്രോയിങ്സ്. ജോണിൻ്റെ കേസിൽ 20,000 രൂപ, ജോസഫിൻ്റെ കേസിൽ 5,000 രൂപ. അപ്പോൾ ടോട്ടൽ 1,70,000, 80,000. ദെൻ ലെസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. രണ്ട് പേർക്കും പ്രോഫിറ്റ് കൂടി വന്നിട്ടുണ്ടാവും ക്ലോസിംഗ് ക്യാപിറ്റൽ എത്തുമ്പോൾ, അല്ലേ? അപ്പോൾ എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും? ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:1 ആണ്. ഇവരുടെ പ്രോഫിറ്റ് ആ വർഷത്തെ 16,000 രൂപയാണ്. അപ്പോൾ 3:1 എന്നുള്ള റേഷ്യോയിൽ ജോണിന് 12,000 രൂപയും, അഥവാ 16,000 ഇൻറ്റു 3/4. അതുപോലെ ജോസഫിന് 4,000 രൂപയും കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. ദെൻ ഇപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ടിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. അഡീഷണൽ ക്യാപിറ്റൽ ഒരു പാർട്ട്ണർ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, അത് ജോസഫാണ്. ജോസഫ് കൊണ്ടുവന്ന അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ്? 16,000 രൂപയാണ്. അത് മൈനസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ രണ്ട് പേരുടെയും. ജോണിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ 1,58,000 രൂപ, ജോസഫിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ 60,000 രൂപ. നമ്മൾ എന്താ ചെയ്തത്? ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്തു, പ്രോഫിറ്റ് മൈനസ് ചെയ്തു, അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ചെയ്തു. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാൻ വളരെ ഈസിയാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ജോൺ 1,58,000 ഓപ്പണിംഗ് ബാലൻസ് ഇൻറ്റു 12/100% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈക്വൽ ടു 18,960. ദെൻ ജോസഫിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ജോസഫിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്? 60,000 രൂപ. 60,000 രൂപയുടെ 12/100 7,200. ദെൻ ജോസഫ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര രൂപയാണ്? 16,000 രൂപ അഡീഷണൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് 6 മാസത്തേക്ക്, കൊണ്ടുവന്ന ഡേറ്റ് ഒക്ടോബർ 1 അതിന് 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് 960 രൂപ. ടോട്ടൽ ജോസഫിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8,160 രൂപ. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വ്യത്യസ്ത കേസുകൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സോട് കൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഫോക്കസ് ഏരിയ ഡിസ്കഷൻ പൂർത്തിയാവുകയാണ്. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പരീക്ഷാ പേപ്പറിൽ ഇത് എഴുതി ഫലിപ്പിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ബൈ.